കൊച്ചിയിൽ പ്രൊവിഡന്റ് ഫണ്ട് തുക ലഭിക്കാത്തതുകൊണ്ട് മനംനൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു എന്ന വാർത്തയാണ്. തൃശ്ശൂർ പേരാമ്പ്രയിലെ ശിവരാമനാണ് മരിച്ചത്. PF ലഭിക്കാത്തതുകൊണ്ട് ഇന്നലെയാണ് മനംനൊന്ത് ശിവരാമൻ വിഷം കഴിച്ചത്. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്നു ശിവരാമൻ. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് ശരിക്കും ശിവരാമന് സംഭവിച്ചത്? SKN, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിക്ക് മുന്നിലാണ്. ഈ ആശുപത്രിയിലാണ് ഇന്നലെ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ ശിവരാമനെ എത്തിക്കുകയുണ്ടായത്. ഇപ്പോൾ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. പോലീസ് ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം പോലീസ് ഇവിടേക്ക് എത്തും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കൊച്ചി PF ഓഫീസിലാണ് ശിവരാമൻ ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുണ്ടായത്. തൃശൂർ പേരാമ്പ്ര സ്വദേശിയാണ് ശിവരാമൻ. PF ലഭിക്കാത്തതിൽ മനംനൊന്താണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു മരണം സംഭവിച്ചത് എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്തോ സാങ്കേതിക തകരാർ, സാങ്കേതിക പ്രശ്നമാണ് ഈ PF ലഭിക്കുന്നത്, ഈ PF വൈകുന്നതിന് കാരണമായത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതെന്താണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണമായത്, ഈ PF ലഭിക്കുന്നതിന് തടസ്സമായത് എന്നുള്ളതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. 10 മണിയോടുകൂടി ഈ PF ഓഫീസ് തുറക്കും. ആ ഘട്ടത്തിൽ അവരുടെ പ്രതികരണം കൂടി ഇതിൽ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി, ഇന്നലെയാണ് ഇദ്ദേഹത്തെ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ അടിയന്തര ചികിത്സ നൽകി. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം, ഈ ശിവരാമൻ, മരിച്ച ശിവരാമൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PF ലഭിക്കുന്നതിന് തുടർച്ചയായി തടസ്സം നേരിട്ടിരുന്നു എന്നും ഇദ്ദേഹം PF ഓഫീസിൽ ഇതിനുവേണ്ടി തുടർച്ചയായി എത്തിയിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. പോലീസ് എത്തുന്നതേയുള്ളൂ. ഈ ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദാരുണമായ സംഭവമാണ് നടന്നത്. അല്പസമയത്തിനകം ഇവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ മോർച്ചറിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കും. താങ്ക് യു ശ്രീകാന്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.